30 വർഷമായി സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന കിഴക്കഞ്ചേരി ശ്രീ കുറുമ്പ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധനർക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം മാർച്ച് 24-ന് നടക്കും. താക്കോൽദാനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നിർവഹിക്കും. 1000 വീട് നൽകുന്ന ഗൃഹശ്രീ പദ്ധതിയിൽ 120 പേർക്കാണ് ആദ്യഘട്ടമായി വീട് നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓരോ വീടിനും ഏകദേശം 20 ലക്ഷത്തിന്റെ ചെലവാണ് നമ്മൾ ബജറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള 230 വീടുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ അടുത്ത ഘട്ടത്തിൽ 120 വീടുകളെയും കൊടുത്തു കഴിയുമ്പോൾ 350 വീടുകൾ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ഹാൻഡിങ് ഓവർ ചെയ്ത് കഴിയും. ഇപ്പോൾ കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് നമ്മുടെ എല്ലാ വീടുകളും കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് അടുത്തുള്ള പഞ്ചായത്തുകളിലേക്കും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിന് പിന്നെ അംഗനവാടിയും അതേപോലെ തന്നെ ഈ കുളത്തിന്റെ ഇനോഗ്രേഷനും കൂടി ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് പുറമെ നമ്മുടെ വിദ്യാഭ്യാസം, തൊഴില്, സ്ത്രീ ശാക്തീകരണം, അല്ലെങ്കിൽ വീടുകൾ കൊടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ആരോഗ്യം ആയിക്കോട്ടെ, ഈ പദ്ധതികളൊക്കെ ഇതേപോലത്തുള്ള ബെനിഫിഷ്യറി ഐഡന്റിഫിക്കേഷൻ ക്രൈറ്റീരിയ, ഗുണഭോക്താക്കളെ ഐഡന്റിഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയ അത്രയും സുതാര്യവും സയന്റിഫിക്കുമാണ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എല്ലാ ഐഡന്റിഫിക്കേഷനിലും നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു ജെൻഡർ ആയിക്കോട്ടെ, കാസ്റ്റോ, ക്രീഡോ, റിലീജിയനോ, പൊളിറ്റിക്സോ ഒന്നും ഇല്ലാതെ ഇവരുടെ എല്ലാ ആളുകളെയും കണ്ടെത്തി അത് പൂർണ്ണമായിട്ടും അൺബയാസ്ഡ് ആണെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രോസസ്സായിരിക്കും നമ്മുടെ നമ്മുടെ ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും അതിൽ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. 1994-ൽ PNC മേനോനും ഭാര്യ ശോഭയും ചേർന്ന് രൂപീകരിച്ച ട്രസ്റ്റ് ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷണ വിതരണം, പാർപ്പിടം, വയോജനക്ഷേമം, സ്ത്രീ ശാക്തീകരണം, സ്വയം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര പഞ്ചായത്തുകളിലായാണ് ട്രസ്റ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്ത്രീധനരഹിത വിവാഹത്തിന്റെ ഭാഗമായി നടത്തുന്ന സമൂഹ വിവാഹത്തിലൂടെ നിരവധി യുവതീ-യുവാക്കൾക്ക് സ്വപ്നതുല്യമായ ജീവിതം നൽകി. 1000 വീടുകളുടെ ഗൃഹശോഭ പദ്ധതിയിൽ 2023-ൽ 10 കുടുംബങ്ങൾക്കും, 2024-ൽ 100 കുടുംബങ്ങൾക്കും, 2025-ൽ 125 കുടുംബങ്ങൾക്കും വീട് നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. ഭാരവാഹികളായ P. പരമേശ്വരൻ, രാജശ്രീ, N. ഹരിദാസ്, പ്രസീത ദിനേശ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.